യൂത്ത് കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിലിനെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചു. കസ്റ്റഡിയിലെടുത്ത UDF പ്രവർത്തകരെ കാണുന്നത് സംബന്ധിച്ച തർക്കമാണ് കാരണമെന്നാണ് വിവരം. കൈക്ക് പരിക്കേറ്റതായി ദുൽകിഫിൽ ആരോപിക്കുന്നു. മുഹമ്മദ് അസ്ലം ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, ഇത് എപ്പോഴാണ് സംഭവം? എന്താണ് ഇദ്ദേഹം പറയുന്നത്? എന്താണ് സ്റ്റേഷനിൽ സംഭവിച്ചത്? പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 UDF പ്രവർത്തകരെ പുലർച്ചെ കസ്റ്റഡിയിലിരുന്നു. ഇവരെ കാണാൻ വേണ്ടി യൂത്ത് ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവിടെ എത്തിയിരുന്നു. അതിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ബ് കീഴരിയൂരിനെ ആദ്യം സ്റ്റേഷനിലേക്ക് കടക്കാൻ സമ്മതിച്ചിരുന്നില്ല. അത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളുണ്ടായി. ആ സമയത്താണ് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VP ദുൽകിഫിൽ കൂടി സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ പോലീസുകാരുമായി വാക്കേറ്റമുണ്ടായി. അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തും തള്ളിലേക്ക് വഴിമാറിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ VP ദുൽകിഫിലിനെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അയാളെ കസ്റ്റഡിയിലെടുത്തു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിച്ചില്ല. കസ്റ്റഡിയൊന്നുമായതായി സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്റ്റേഷനിൽ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത UDF പ്രവർത്തകരെ കാണാനുമായി വന്നത് സംബന്ധിച്ചുള്ള തർക്കം, അത് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. VP ദുൽകിഫിലിനെ ഇപ്പോൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ പോലീസുമായിട്ടുള്ള കയ്യാങ്കളിയിൽ തന്റെ കൈക്ക് പരിക്കേറ്റതായി VP ദുൽകിഫിൽ പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അതിനകത്തുള്ള അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസും UDF പ്രവർത്തകരും തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിൽ പാതിരാത്രി മറ്റുമൊക്കെ വന്ന് വീടുകൾ റെയ്ഡ് നടത്തുന്നതൊക്കെ പ്രശ്നമായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിക്കുകയും ഏറെക്കുറെ ഒരു ശാന്തത കൈവരികയും ചെയ്തിരുന്നതാണ്. അതേസമയം ഇന്ന് പുലർച്ചെ 4 മണിക്ക് 2 പേരെ കൂടി യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ മുഹമ്മദ്, കോൺഗ്രസ് പ്രവർത്തകനായ സുബൈർ എന്നിവർ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡി എടുത്തോട് വീണ്ടും UDF പ്രവർത്തകർ പ്രകോപിതരായി. രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പലരും പോയി കാണാൻ പോയി. ചില ആൾക്കാർ മാത്രമേ കാണിച്ചുള്ളൂ. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മിസ്ബ് കീഴരിയൂർ എത്തിയെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് UDF പ്രവർത്തകർക്ക് പിന്നിൽ തർക്കമായത്. ഇതിനിടയ്ക്ക് VP ദുൽകിഫിൽ വരുന്നു. ദുൽകിഫിലും പോലീസുമായി തർക്കം ഉണ്ടാവുന്നു. തുടർന്നാണ് ഇപ്പോൾ ദുൽകിഫിലിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി അസ്ലം, ഏതായാലും ദുൽകിഫിലിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. അദ്ദേഹത്തെ ഇപ്പോൾ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് മുഹമ്മദ് അസ്ലം റിപ്പോർട്ട് ചെയ്തത്.